എല്ലാ മനുഷ്യർക്കും ആവശ്യം ഒരു നല്ല ജോലിയാണ്. എന്നാൽ ചെയ്ത കോഴ്സ് വെച്ച് അല്ലെങ്കിൽ കറന്റിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് ഒരു ജോബ് എങ്ങനെ കണ്ടെത്തുന്ന പലർക്കും കൃത്യമായ ധാരണയൊന്നുമില്ല. നിങ്ങളുടെ സ്കിൽസ് വെച്ച് ഒരു നല്ല ജോബ് കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എൻ്റെ കയ്യിൽ ഒരു 5 ടിപ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് വാട്ട് ജോബ് ഡു യു വാണ്ട്. അതായത് എന്ത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ഏത് ഫീൽഡിലാണെന്നുള്ള കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് വേണം. 1 ഡൊമൈൻ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ MBA കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോയിട്ട് പറയാം, ഞാൻ HR എടുത്തിട്ടുണ്ടായി, ഫിനാൻസ് എടുത്തിട്ടുണ്ടായി, അപ്പോൾ ഏതായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ അതിലും വലിയ കൺഫ്യൂഷനാവും. സോ നമ്മൾ കറക്റ്റായിട്ടൊരു ഡൊമൈൻ സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ളവരായിരിക്കണം. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് യു ഫെയിൽ ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ലാഗ് അടിച്ചോ ആലോചിച്ചോ പറയരുത്. അവിടെ തന്നെ നമുക്ക് നെഗറ്റീവ് വീഴും. കാരണം നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെക്കുറിച്ച് ഒരാളോട് പറയുമ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വേണം പറയാനായിട്ട്. ഞാൻ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ കാൻഡിഡേറ്റ്സ് വരും. നമ്മൾ ഫസ്റ്റ് ബേസിക്കായിട്ട് അവരോട് പറയുന്നത് എന്താ വെച്ചാൽ സെൽഫ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം പേര് പറയും എല്ലാവരും. പക്ഷേ ഈ പേര് പറയുന്നത് അവർക്കിങ്ങനെ ആലോചിച്ച് നിൽക്കണം. സ്വന്തം പേര് പറയാൻ ആലോചിച്ച് നിൽക്കേണ്ട അവസ്ഥ. അതുപോലെ തന്നെ ബാക്കിയൊക്കെ അവർക്ക് ആലോചിച്ചെടുത്തിട്ട് വേണം. അത് ആ മൊമെന്റിലാണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചിലർക്ക് ഞാൻ ആരാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അവർ ഒന്നാമത് ഇൻ്റർവ്യൂവിൻ്റെ ഒരു പേടിയും ടെൻഷൻ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങളെക്കുറിച്ച് ഒരാൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളത് പറയാൻ. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് പറയാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ചിലർക്ക് എത്ര പഠിച്ചാലും എന്തൊക്കെയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന സമയത്ത് കിട്ടില്ല, വേർഡ്സ് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവാം. പക്ഷെ പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളത് പഠിച്ചിട്ട് പറയാമെന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യരുത്. നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുക. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ പറയുന്ന രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സെൽഫ് ഇൻട്രോ നിങ്ങൾക്ക് ബെറ്റർ ആക്കാം. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നോ യുവർ വാല്യൂ. നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് അവർ സാലറി എക്സ്പെക്റ്റേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് സാലറി ചോദിക്കുമ്പോൾ എന്തേലും തന്നാൽ മതി, എനിക്കുള്ളതൊക്കെ മതി എന്ന് പറയാതെ ഒരു സ്പെസിഫിക് എമൗണ്ട് പറയുക. അതായത് ചിലപ്പോൾ അത് കൂടി പോകാം, അതുകൊണ്ട് നിങ്ങളുടെ ജോലി പോകാം. ചിലപ്പോൾ അത് കുറഞ്ഞു പോകാം, അപ്പോൾ അവർ തരാൻ ഉദ്ദേശിച്ചതുകൊണ്ട് നിങ്ങൾക്ക് തരില്ല. അത് രണ്ടിന് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് പറയണം, ഒരു സ്പെസിഫിക് എമൗണ്ട് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു 30,000 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നെഗോഷ്യബിൾ ആണ്, നമുക്ക് സ്ലൈറ്റ്ലി അത് സംസാരിക്കാം. അത് നെഗോഷ്യബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരു അടുത്ത റൗണ്ട് ഇൻ്റർവ്യൂവിൽ നമുക്ക് സംസാരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് പറയാം, ഈ സാലറിയുടെ കാര്യം നിങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അതായത് നോ യുവർ വാല്യൂ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. എൻ്റെ കഴിവ് ഇതാണ്, അല്ലെങ്കിൽ എന്നെക്കൂടെ ഇത്രയും പറ്റും, അതുകൊണ്ട് എനിക്കിത് വേണം എന്ന് പറയാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ. ഓപ്പൺ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കണ്ട്, അതായത് നിങ്ങളുടെ ഡൊമൈൻ ഏതാണോ, നിങ്ങൾ ഏത് ഫീൽഡിലാണോ നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ഡൊമൈനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്ത വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് അതിനെക്കുറിച്ച് മാത്രം സെർച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോസ് കണ്ട് ഫീച്ചേഴ്സ്, ഡോക്യുമെൻറ്റ്സ് ഇതിലൂടെയൊക്കെ കടന്നു കഴിയുമ്പോൾ നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കാത്ത ഒരുപാട് ഡീപ്പ് നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇൻ്റർവ്യൂ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജനറൽ നോളജ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗകറി എന്നീ പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾക്ക് ഒരുപാട് നല്ല ജോലികൾ കണ്ടെത്താനായിട്ട് കഴിയുന്നുള്ളതാണ്. ഇതിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് കഴിയും. എനിക്ക് ഇതുവരെ കിട്ടിയ ജോബ്സ് എല്ലാം തന്നെ ഇൻഡീഡ് വഴിയാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ കറക്റ്റായിട്ട് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വളരെ നല്ല ഓപ്പണിങ്സ് നമുക്ക് കിട്ടും.
ഇപ്പോൾ നമ്മളൊരു ജോബ് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ നെക്സ്റ്റ് ജോബ് നോക്കുന്ന സമയത്ത് എന്താണോ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ ഏത് ഫീൽഡാണോ നോക്കുന്നത്, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഇൻഡീഡ് പ്രൊഫൈലോ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന ഫീൽഡിലുള്ള ഓപ്പണിങ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റാക്കി കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ്സ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ സ്കിൽസ്, ഡൊമൈൻ ഇതെല്ലാം ഗൈഡ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജോബ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 5 ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കാണോ ജോബ് വേണ്ടത്, നിങ്ങൾ ഏത് ഫീൽഡാണോ നോക്കുന്നത് ആ ഒരു ഫീൽഡിലേക്ക് കറക്റ്റ് ഒരു ജോബ് എത്താനും അത് കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് സാധിക്കും.